ഹായ്, ഞാൻ thesnimazeez. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. മോളും മോളെ ഭർത്താവും ഇവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞാനിവിടെ. ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. കുറേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ട്. കോവിഡൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികളെ കൂടെ നിൽക്കുമ്പോൾ. ഒരാഴ്ചയായി. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. സൂഫിയാനി ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. വലിയൊരു വ്യത്യാസമില്ല, എന്നാലും കുറച്ച് വ്യത്യാസമാണ്. മട്ടൺ വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. വൈറ്റ് കളറിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ദം ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കില്ല. പിന്നെ എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് അതും കൂടെ വന്നാലേ ഒരു തൃപ്തിയാവുള്ളൂ, അതുകൊണ്ട് ചേർക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാണാം. പിന്നെ പലരും ഇവിടെ വരുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, കർണാടകയിലേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ടുള്ളത്. അപ്പം വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ല കേട്ടോ. RT-PCR നമ്മൾ എടുക്കണം. അവർ ഫുൾ ഉണ്ടോയെന്ന് ചോദിക്കുക എന്നല്ലാതെ വലിയ ചെക്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഞങ്ങൾ തന്നെ വരുന്ന സമയത്ത് പലരും ഞങ്ങളടുത്ത് പറഞ്ഞു ഭയങ്കര ചെക്കിംഗ് ആണ്. പകുതി ഞങ്ങൾ എത്തിയിട്ട് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വരണ്ട തിരിച്ചു പോക്കോളൂ, ഇവിടെ അങ്ങനെ കയറ്റി വിടുന്നില്ല, മെഡിക്കൽ എന്തെങ്കിലും ആവശ്യമുള്ളവരെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നാടുകാണി ചുരം ഒക്കെ കയറി കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് കർണാടകയിലേക്ക് കയറുക ചെയ്യണം. ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും കണ്ടില്ല. ഇനി ഞങ്ങൾ മണ്ടേ തിരിച്ചു പോകണം. അപ്പോൾ ഇനി അങ്ങനെ വരണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. നിറയെ മൃഗങ്ങളുണ്ട്. മാനുകളാണ് ഏറ്റവും കൂടുതൽ. എത്രയാ മാനുകളുള്ള അറിയോ. ആന, കുരങ്ങൻ, കാട്ടുപന്നി എല്ലാവരും ഉണ്ട്. മയിലുകളും ഇതുപോലെ കുറേ മയിലുകളുണ്ട്. സൂര്യാന്തിപ്പൂക്കൾ. ഇത് ഇങ്ങനെ റെഡ് കാണുന്നത് എന്ന് വെച്ചാൽ മല്ലികപ്പൂവാണ്. നമ്മൾ ഓണാവുമ്പോഴേക്കും ഉണ്ടാക്കുക എന്നാണ് തോന്നണത്. അങ്ങനെ ബാംഗ്ലൂരിലെത്തി കുട്ടികളെ കൂടെയായി. രാവിലെ രണ്ടുപേരും പോവും. മോൻ രാവിലെ കോളേജിൽ പോവുകയാണ്. മോളും ക്ലിനിക്കിൽ പോവുകയാണ്. എന്നിട്ട് ഡോറ് നോക്കിയാൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയാട്ടെ കുട്ടികളുടെ ഒരു കാര്യം. ഞാനും പോയി മോളെ ക്ലിനിക്കിൽ. എനിക്ക് അവിടെ വന്നപ്പോൾ പെട്ടെന്നൊരു പല്ലിനൊരു പ്രശ്നമായി. അപ്പോൾ മോളെ ക്ലിനിക്കിൽ പോയി. മോളെ തന്നെ ചെയ്ത് തരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചെറുതാക്കി മുറിച്ച മല്ലിയില, പുതിനയില. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. രണ്ടും കൂടിയിട്ട് 1/2 കപ്പ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി. 1/2 കപ്പ് തൈര്. 4 or 5 പച്ചമുളക് ചതച്ചെടുത്തത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുക ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. 1/4 കപ്പ് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒരു ബേ ലീഫ് ഇടുക. രണ്ട് കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത്. ഇനി ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. നമുക്ക് വൈറ്റ് കളറിലല്ലേ വേണ്ടേ. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് കളർ മാറിപ്പോവും. നന്നായിട്ടൊന്ന് വഴറ്റാം.
ഉള്ളി വഴന്നിട്ടുണ്ട്, കളർ മാറാതെ വഴന്നിട്ടുണ്ട്. കളർ മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ അവിടെ കുക്കാവട്ടെ. നമുക്ക് അടുത്ത സ്റ്റൗവിൽ വെള്ളം വയ്ക്കാം, ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, 1 ചെറുനാരങ്ങയുടെ പകുതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ജ്യൂസ്. ബസ്മതി റൈസ് കഴുകിയത് ആണ് 2 കപ്പാണ്. നമ്മൾ ഈ മന്തി റൈസിനൊക്കെ എടുക്കുന്ന അങ്ങനത്തെ റൈസ്, ബസ്മതി റൈസ് 2 കപ്പ്. ഇത് നന്നായിട്ട് ഒന്ന് കുക്കാവട്ടെ, നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ചെടുക്കാം. കുറേ എണ്ണ വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ചെടുക്കാം. നമുക്ക് ദം ചെയ്യുമ്പോൾ ഒഴിക്കുക ചെയ്യാം. ഇതിലേക്ക് ഇനി 10 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. ഇത് ആയിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടില്ല, അങ്ങനെ കുഴയാതെ നോക്കണം. ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെള്ളം ഊറ്റിക്കളയാം. ചിക്കൻ്റെ മുകളിൽ റൈസ്. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ. മല്ലിയില പുതിനയില ചേർക്കാറില്ല സാധാരണ സുഫിയാനി ബിരിയാണിയിൽ, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. കാഷ്യൂ, ഫ്രൈഡ് കാഷ്യൂ. ചെറിയ തീയിൽ ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇത് നല്ല പുറത്ത് നല്ല ചൂടാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് നന്നായിട്ട് ദമ്മായിട്ടുണ്ടാവും. എടുക്കാം. ബിരിയാണി ബിരിയാണി കണ്ടല്ലോ അല്ലേ? നല്ല ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും സിമ്പിളായിട്ടുള്ള, അധികം സ്പൈസി അല്ലാത്തൊരു ബിരിയാണി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ഞങ്ങളൊന്ന് പുറത്തു പോയി. പഴയ ഇവിടെയുള്ളൊരു വളരെ പഴയ ഒരു ഐസ്ക്രീം പാർലറാണ്. പണ്ടുള്ളത് തന്നെയാണിത്. പക്ഷേ ഇപ്പോഴും അവിടെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് കഫേ, ഐസ്ക്രീം പാർലറൊക്കെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ളതും നല്ല സൗകര്യമുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിൽ ഇഷ്ടം പോലെ ഞങ്ങളുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് അത് പാഴ്സലായിട്ടും വാങ്ങിപ്പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പഴയതിനോടുള്ള, പഴയ ഷോപ്പുകളിൽ നമ്മൾ ശീലമായിട്ടുള്ള ടേസ്റ്റുകളും അതിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അതാണ് തോന്നുന്നത്. ഇതിൽ ഫ്രൂട്ട്സ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ അവിടെയുള്ള ഒരു മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയുള്ളതൊന്നും അല്ലാതെ തന്നെ നല്ല ഫ്രൂട്ട്സ്, ലിച്ചി ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ
ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.